കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 2 എന്ന് പറയുന്ന പേപ്പറിലെ അസസ്മെന്റ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2024 ചോദിച്ച അസസ്മെന്റ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 18ാമത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കുന്നത്. എ ഡൊമസ്റ്റിക് കമ്പനി ഇൻ വിച്ച് പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ് submits the following particulars of its income of previous year ended March 31st 2023. Profit of business after deduction of donation to approved charitable institution 1,90,000, donation to charitable institution by check 30,000, interest on government securities 10,000, dividend from a domestic company 60,000, long-term capital gain 50,000, book profit under section 115 JB 8 lakh. During the financial year 2022-23, the company deposited rupees 15,000 in Industrial Development Bank of India. The company distributed gross dividend of rupees 1 lakh on December 6th 2022. Compute taxable income of the company and tax payable by it for the assessment year 2023-24. Okay. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അസസ്മെന്റ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാൻ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? ടാക്സബിൾ ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഹെഡിങ് കൊടുക്കുന്നു, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം എന്ന് ഹെഡിങ് കൊടുക്കുന്നു. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം. ഇതിൽ നമ്മൾ ഹെഡുകളായിട്ട് വരുന്നത് ബിസിനസ് ഇൻകം വരുന്നുണ്ട്, അതേപോലെ ഇൻകം ഫ്രം അതർ സോഴ്സും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഒന്നാമത്തെ നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് ആണ്. ഇൻകം ഫ്രം ബിസിനസ്. ഓക്കെ, ഇൻകം ഫ്രം ബിസിനസ്സിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതായത് പ്രോഫിറ്റ് തന്നിട്ടുള്ളത് എത്രയാണ്? 1,90,000 ആണ് പ്രോഫിറ്റിനെ തന്നിട്ടുള്ളത്. പ്രോഫിറ്റ് ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൊണേഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഡിസലോഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. ഇതിനെ മൈനസ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ആഡ് ചെയ്യണം. ഈ ഡൊണേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ ആഡ് ചെയ്യുന്നു. ഡൊണേഷൻ ടു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്രയാണ്? 30,000 ആണ്. അതായത് നമ്മൾ ബിസിനസ് ഇൻകം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബിസിനസ് ഇൻകത്തിൽ ഡിസലോഡ് ഐറ്റംസിനെ നമ്മൾ ആഡ് ചെയ്യും. അതായത് ഇവിടെ 1,90,000 കൂടെ 30,000 ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 2,20,000 എന്ന് ബിസിനസ് ഇൻകം കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇൻകം വരുന്നത് എന്താണ്? ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിനിൽ ഇവിടെ വരുന്നത് എന്താണ്? ക്യാപിറ്റൽ ഗെയിനിൽ വരുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് 50,000 ആണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് കണ്ടു, ദെൻ ക്യാപിറ്റൽ ഗെയിൻ. ഇനി നെക്സ്റ്റ് ഹെഡ് വരുന്നത് എന്താണ്? ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സ്. ഓക്കെ, ഇൻകം ഫ്രം അതർ സോഴ്സിൽ ക്വസ്റ്റനിൽ തന്നിട്ടുള്ള ഐറ്റംസ് എന്താണ്? ഇൻകം ഫ്രം അതർ സോഴ്സിൽ ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത് ഒന്ന് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എത്രയാണ്? 10,000 തന്നിട്ടുണ്ട്. ദെൻ അതേപോലെ ഡിവിഡൻഡ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി. ഡിവിഡൻഡ് തന്നിട്ടുള്ളത് എത്രയാണ്? ഡിവിഡൻഡ് തന്നിട്ടുള്ളത് 60,000 ആണ്. ഈ 60,000 കൂടെ ആഡ് ചെയ്യുന്നു. 10,000 60,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 70,000 എന്ന് കിട്ടും. ഓക്കെ അല്ലെ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റനിൽ ഇൻകംസ് ആയിട്ട് തന്നിട്ടുള്ളൂ. അപ്പൊ ഈ 3 ഹെഡുകൾ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2,20,000 50,000 എത്ര വരും? 2,70,000 പ്ലസ് എന്ത് വരും? 70,000 3,40,000 എന്ന് എമൗണ്ട് കിട്ടും. ഓക്കെ, ഇത് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഡിഡക്ഷൻസിനെ മൈനസ് ചെയ്യണം. ലെസ് എന്താണ്? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G. ഓക്കെ, അതായത് 80G ഇവിടെ വരുന്നുണ്ട്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G ഏതാണ്? ഡൊണേഷൻ വരുന്നുണ്ട്. അതായത് ഡൊണേഷൻ ഇവിടെ തന്നിട്ടുള്ള എന്താണ്? അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും എന്തിനെ മൈനസ് ചെയ്യാം? ക്യാപിറ്റൽ ഗെയിനിനെ മൈനസ് ചെയ്യുക. അതിന്റെ 10%ഉം അതേപോലെ ഡൊണേഷൻ എമൗണ്ടും ഇതിൽ വിച്ചവർ ഈസ് ലെസ് ഏതാണോ വരുന്നത് അതിന്റെ 50% ആണ് ഡിഡക്ഷൻ കിട്ടുക. അതായത് 50% വിത്ത് ലിമിറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഈ ഡൊണേഷൻ വരുന്നത്. അതായത് ഇവിടെ GTI 3,40,000 ആണ്. 3,40,000 നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യുന്നു? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിനെ മൈനസ് ചെയ്യുന്നു.
അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2,90,000 എന്ന് കിട്ടും. ഇതിന്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 29,000 ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഡൊണേഷൻ എമൗണ്ട് എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? 30,000 ആണ്. ഓർ 30,000 വിച്ച് എവർ ഈസ് ലെസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. വിച്ച് എവർ ഈസ് ലെസ്. ഓക്കെ, വിച്ച് എവർ ഈസ് ലെസ് എത്രയാണ് ഇവിടെ? 29,000 ആണ്. ഓക്കെ, അതായത് ഇതിന്റെ 10% കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നത് 29,000 ആണ്. അപ്പോൾ ഇവിടെ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് വരുന്നത് 29,000 ആണ്. ഇതിന്റെ 50% ആണ് ഡിഡക്ഷൻ കിട്ടുക. ഓക്കെ, 50% ഓഫ് 29,000 ഡിഡക്ഷൻ കിട്ടും. അതായത് എത്ര വരും? 14,500 എന്ന് നമുക്ക് കിട്ടും. ഇപ്പൊ ഡിഡക്ഷൻ എത്ര കിട്ടും? 14,500 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G ഇവിടെ എത്രയാണ്? 14,500, 14,500 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ മൈനസ് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് എത്ര കിട്ടും? 3,25,500 എന്ന് കിട്ടും. ഈ കിട്ടിയിരിക്കുന്നത് എന്താണ്? ടോട്ടൽ ഇൻകം ആണ്. ഓക്കെ, ഇപ്പൊ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്, ടാക്സബിൾ ഇൻകം എത്രയാണ് ഇവിടെ? 3,25,500 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആൻസർ ആയി ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് പേബിൾ എന്ന് പറഞ്ഞിട്ട് ടാക്സ് പേബിൾ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് രീതിയിൽ ടാക്സ് വരും. നോർമൽ ടാക്സും വരും, അതേപോലെ തന്നെ ബുക്ക് പ്രോഫിറ്റിന്റെ, അതായത് മാറ്റ്, അതേപോലെ തന്നെ മിനിമം അൾട്ടർനേറ്റീവ് ടാക്സ്, അതായത് ബുക്ക് പ്രോഫിറ്റിന്റെ മുകളിലുള്ള മിനിമം അൾട്ടർനേറ്റീവ് ടാക്സും കൂടെ വരും. അപ്പൊ ഇവിടെ ഇത് രണ്ടിലും നമ്മൾ കാൽക്കുലേറ്റ് ഏതാണോ ഹയസ്റ്റ് വരുന്നത് അതായിരിക്കും എന്ത്? ടാക്സ് പേബിൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നോർമൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാണ്. അതായത് ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 50,000 ആണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന്റെ മുകളിൽ ടാക്സ് ലാബിലിറ്റി എത്രയാണ്? 20% ആണ്. കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 20% എന്ന് പറയുന്നത് 10,000 എന്ന് കിട്ടും. ഇനി നമ്മൾ ബാലൻസ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് നേരത്തെ നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 3,25,500 ആയിരുന്നു. ഇതിൽ നിന്ന് 50,000 ലോങ് ടേമിനെ നമ്മൾ ഓൾറെഡി കണ്ടതുകൊണ്ട് അതിനെ മൈനസ് ചെയ്യുന്നു. 2,75,500 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഈ 2,75,500 എത്രയാണ് ടാക്സ് വരുന്നത്? 25%. ഡൊമസ്റ്റിക് കമ്പനിയാണ്, 400 crore മുകളിൽ പോകുന്നില്ല. അപ്പോൾ 25% ആണ് ടാക്സ് വരുന്നത്. അപ്പൊ ഇതിന്റെ 25% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 68,875 എന്ന് എമൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നോർമൽ ടാക്സിൽ 10,000 ഈ ഒരു 68,875 കൂട്ടി കഴിഞ്ഞാൽ 78,875 എന്ന് എമൗണ്ട് കിട്ടും. ഇനി ഇവിടെ നമ്മൾ സർചാർജ് ആണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തില്ല? ഇൻകം ലിമിറ്റ് സർചാർജ് ലിമിറ്റിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ സർചാർജ് ഇല്ല. അപ്പൊ ഇവിടെ ഇത് തന്നെയാണ് 78,875 തന്നെയാണ് വരിക. ഇതിനെ കൂടെ എന്ത് ആഡ് ചെയ്യണം? HEC ആഡ് ചെയ്യണം. ഓക്കെ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% നമ്മൾ ആഡ് ചെയ്യുന്നു. അതായത് ഇതിന്റെ 4%, 78,875ന്റെ 4% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 3,155 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, 78,875ഉം 3,155ഉം ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 82,030 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ 82,030 നോർമൽ ടാക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് ഓൺ ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് ടാക്സ് ഓൺ ബുക്ക് പ്രോഫിറ്റ്. ബുക്ക് പ്രോഫിറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബുക്ക് പ്രോഫിറ്റ് എത്രയാണ് തന്നത്? 8 lakh ആണ്. ഓക്കെ, അപ്പൊ 8 lakhന്റെ എത്രയാണ് പെർസെന്റേജ് വരിക? 15% കാൽക്കുലേറ്റ് ചെയ്യുന്നു. 8 lakhന്റെ 15% വരുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1,20,000 എന്ന് കിട്ടും. ഇനി 1,20,000 കൂടെ നമ്മൾ നേരത്തെ സർചാർജ് ഇതേപോലെ ഇവിടെയും ഇല്ല, അതുകൊണ്ട് തന്നെ HEC ആഡ് ചെയ്യുന്നു. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എത്രയാണ്? 4% ആഡ് ചെയ്യുന്നു. അതായത് 1,20,000ന്റെ 4% ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 4,800 എന്ന് കിട്ടും. അതായത് 1,24,800 എന്ന് നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് ടാക്സും കണ്ടതിന് ശേഷം ഏതാണോ ഹയർ വരുന്നത്, ഇവിടെ ഹയർ ഏതാണ്? മാറ്റ് തന്നെയാണ്. അതായത് മിനിമം അൾട്ടർനേറ്റീവ് ടാക്സ് തന്നെയാണ്. 1,24,800. അതായത് ടാക്സ് പേബിൾ ഈസ് ഈക്വൽ ടു എത്ര വരും? ടാക്സ് പേബിൾ ഈസ് ഈക്വൽ ടു 1,24,800. അതായത് വിച്ച് എവർ ഈസ് ഹയർ ആണ്. ഒന്നുകിൽ ഈ എമൗണ്ട്, അതേപോലെ നോർമൽ ടാക്സിൽ എമൗണ്ട്, അല്ലെങ്കിൽ ഇതും നോക്കുക. ഇത് രണ്ടിലും ഏതാണോ ഹയർ വരുന്നത് അതായിരിക്കും എന്ത്? ടാക്സ് പേബിൾ എന്ന് പറയും. ഈ എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി വരുന്നതിന് നമുക്ക് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. ഈ 1,24,000 ടാക്സ് ക്രെഡിറ്റ് കൂടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1,24,800 നിന്നും ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 82,030 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി?
ടാക്സ് ക്രെഡിറ്റ് ആയി. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. നിരന്തരമായി വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഇനിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് സ്പീഡായിട്ട് പോയിട്ടുണ്ട്, കുറച്ച് വലിയ പ്രോബ്ലം ആയതുകൊണ്ടാണ് സ്പീഡായിട്ട് എടുത്തിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഇനി നെക്സ്റ്റ് വരുന്ന പ്രോബ്ലംസ് നിരന്തരം വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ 4 വർഷങ്ങളിലായിട്ട് നിരന്തരമായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.